പശ്ചിമേഷ്യയിൽ കാലങ്ങളായി നീറിപ്പുകയുന്ന ഇസ്രായേൽ ഇറാൻ സംഘർഷം പുതിയൊരു തലത്തിലേക്ക് കടന്നതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇസ്രായേൽ ഭരണകൂടം നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളും ഡ്രോണുകളും ഇസ്രായേലിന് വരുത്തിവെച്ച നാശനഷ്ടങ്ങളുടെ ഔദ്യോഗിക കണക്കുകൾ പുറത്തു വന്നതോടെയാണ് ലോകം ഞെട്ടിയത്. കേവലം ദിവസങ്ങൾ നീണ്ട ആക്രമണത്തിൽ ഇസ്രായേലിന് സംഭവിച്ചത് ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ നഷ്ടമാണെന്നും 50,000-ലധികം നഷ്ടപരിഹാര ക്ലെയിമുകൾ ഇതിനോടകം രജിസ്റ്റർ ചെയ്യപ്പെട്ടുവെന്നും ഇസ്രായേലി ദിനപത്രമായ കാൽക്കലിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. ജൂൺ 24-ന് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം അവസാനിച്ചതിന് ശേഷം ഇതുവരെ 50,000-ലധികം നഷ്ടപരിഹാര ക്ലെയിമുകളാണ് ഇസ്രായേലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കണക്കുകൾ ഇസ്രായേലിന്റെ സാമ്പത്തിക മേഖലയ്ക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഏറ്റ കനത്ത പ്രകരണത്തിന്റെ വ്യാപ്തി വെളിവാക്കുന്നു. സാധാരണഗതിയിൽ ഇത്തരമൊരു സൈനിക നീക്കം ഇത്രയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് അപൂർവമാണ്. ഇത് ഇറാനിയൻ സൈനിക ശക്തിയുടെ കാര്യക്ഷമതയിലേക്കും ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ പ്രതീക്ഷിച്ച കാര്യക്ഷമതയില്ലായിരുന്നോ എന്ന ചോദ്യത്തിലേക്കും വിരൽ ചൂണ്ടുന്നു. ഇസ്രായേൽ ജനവാസ മേഖലകളിലും ആണവ കേന്ദ്രങ്ങളിലും നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് ഇറാനിയൻ സായുധ സേന ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും വിക്ഷേപിച്ചത്. റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഇറാനിയൻ ആക്രമണങ്ങൾ തന്ത്രപ്രധാനമായ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾക്കും വ്യക്തിഗത സ്വത്തുക്കൾക്കും വാണിജ്യ സ്ഥാപനങ്ങൾക്കും കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. മിസൈലുകൾ കൃത്യമായ ലക്ഷ്യങ്ങളിൽ പതിച്ചുവെന്നും അത് സൈനിക കേന്ദ്രങ്ങളെയും തന്ത്രപ്രധാനമായ സാമ്പത്തിക സ്ഥാപനങ്ങളെയും ബാധിച്ചുവെന്നുമാണ് പ്രാഥമിക വിലയിരുത്തലുകൾ. സാധാരണയായി ഇസ്രായേലിന്റെ അയൺ ഡോം പോലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ മിസൈൽ ആക്രമണങ്ങളെ ഫലപ്രദമായി ചെറുക്കാൻ കഴിവുള്ളവയാണ്. എന്നിരുന്നിട്ടും ഇത്രയധികം ക്ലെയിമുകൾ വരുന്നത് ഇറാൻ ആക്രമണത്തിൽ ഉപയോഗിച്ച മിസൈലുകളുടെയും ഡ്രോണുകളുടെ എണ്ണവും അവയുടെ ആക്രമണശേഷിയും വളരെ വലുതായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ഇറാൻ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുവെന്നും ഇത് വിലയിരുത്തപ്പെടുന്നു. ഐക്യരാഷ്ട്രസഭ ചാർട്ടറിന്റെ ആർട്ടിക്കിൾ 51 പ്രകാരമുള്ള സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം ഉപയോഗിച്ചാണ് തങ്ങൾ ഈ ആക്രമണങ്ങൾ നടത്തിയതെന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥർ പറയുന്നു. രാജ്യത്തിന്റെ ദേശീയ പരമാധികാരവും പ്രാദേശിക സമൃദ്ധിയും സംരക്ഷിക്കുന്നതിന് അനിവാര്യമായ ഒരു നീക്കമായിരുന്നു ഇതെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇസ്രായേൽ തുടർച്ചയായി ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെയും സിറിയയിലെ ഇറാനിയൻ താൽപര്യങ്ങളെയും ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഇതിന് മറുപടി എന്നാണ് ഇറാൻ ഈ പ്രത്യാക്രമണം നടത്തിയത്. അന്താരാഷ്ട്ര നിയമങ്ങളെ ഇറാൻ മാനിക്കുന്നുണ്ടെന്നും എന്നാൽ തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നുമുള്ള സന്ദേശമാണ് ഈ ആക്രമണങ്ങളിലൂടെ ഇറാൻ ലോകത്തിന് നൽകുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ പ്രഖ്യാപനം അന്താരാഷ്ട്ര സമൂഹത്തിൽ ഈ സംഘർഷത്തിന്മേലുള്ള കാഴ്ചപ്പാടുകളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ആർട്ടിക്കിൾ 51 പ്രകാരമുള്ള സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം ഓരോ രാജ്യത്തിനുമുണ്ട്. എന്നാൽ ഈ അവകാശത്തിന്റെ പരിധി എന്താണെന്നും അത് എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടതെന്നുമുള്ള വിഷയങ്ങളിൽ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ ആക്രമണങ്ങളെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയിലും മറ്റ് അന്താരാഷ്ട്ര വേദികളിലും വലിയ ചർച്ചകൾക്ക് സാധ്യതയുണ്ട്. ഈ ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് വലിയ ആഘാതമാണ് ഏൽപ്പിച്ചത്. 50,000 ക്ലെയിമുകൾ എന്നത് ഒരു ചെറിയ സംഖ്യയല്ല. ഇത് വാസസ്ഥലങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ, കൃഷിഭൂമി, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്ക് സംഭവിച്ച നാശനഷ്ടങ്ങളെ സൂചിപ്പിക്കുന്നു. ഈ നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ വലിയ സാമ്പത്തിക സഹായം ആവശ്യമായി വരും. ഇത് രാജ്യത്തിന്റെ ബജറ്റിന്മേൽ വലിയ സമ്മർദ്ദം ചെലുത്തും. കൂടാതെ ഇൻഷുറൻസ് കമ്പനികൾക്കും ഈ ക്ലെയിമുകൾ വലിയ ഭാരമാകും. സാമ്പത്തിക പ്രത്യാഘാതങ്ങൾക്കപ്പുറം ഈ ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ സാമൂഹിക ജീവിതത്തിലും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ജനങ്ങൾക്കിടയിൽ ഭയവും ആശങ്കയും വർദ്ധിച്ചു. സൈറനുകൾ മുഴങ്ങുമ്പോൾ ബാങ്കുകളിലേക്ക് ഓടേണ്ടി വരുന്ന സാഹചര്യം ജനങ്ങളുടെ മാനസിക ആരോഗ്യത്തെയും ദൈനംദിന ജീവിതത്തെയും ബാധിച്ചു. പല വാണിജ്യ സ്ഥാപനങ്ങൾക്കും ദിവസങ്ങളോളം അടിച്ചിടേണ്ടി വന്നത് ചെറുകിട ബിസിനസ്സുകൾക്ക് വലിയ തിരിച്ചടിയായി. കൂടാതെ ഇത്തരം ആക്രമണങ്ങൾ ഒരു രാജ്യത്തിന്റെ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷത്തെയും ടൂറിസം മേഖലയും പ്രതികൂലമായി ബാധിക്കും. ഇസ്രായേൽ ഇറാൻ സംഘർഷം പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ഭീഷണികളിൽ ഒന്നായി തുടരുന്നു. ഇറാൻ നടത്തിയ ഈ പ്രത്യാക്രമണം ഇസ്രായേലിന് മുന്നിൽ ഒരു പുതിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇറാന്റെ സൈനിക ശക്തിയെയും അവരുടെ തിരിച്ചടിക്കാനുള്ള കഴിവിനെയും ഇസ്രായേൽ ഇത്തരം ഗൗരവമായി കാണാതിരുന്നിരിക്കാം. ഈ സംഭവം ഇസ്രായേലിന്റെ പ്രതിരോധ തന്ത്രങ്ങളെയും ഭാവിയിലെ സൈനിക നടപടികളെയും പുനർചിന്തനം ചെയ്യാൻ പ്രേരിപ്പിച്ചേക്കാം. അന്താരാഷ്ട്ര സമൂഹം ഈ സംഘർഷത്തിൽ വലിയ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ അത് പശ്ചിമേഷ്യയുടെ സ്ഥിതി കൂടുതൽ വഷളാക്കുകയും ആഗോള സാമ്പത്തിക വ്യവസ്ഥയെയും സാരമായി ബാധിക്കുകയും ചെയ്യും. ഈ മേഖലയിലെ എണ്ണ ഉൽപാദനത്തെയും വിതരണത്തെയും അത് ബാധിക്കുന്നത് ആഗോള എണ്ണവില കുതിച്ചുയരാൻ കാരണമാകും. ഇപ്പോൾ പുറത്തുവന്ന നാശനഷ്ടക്കണക്കുകൾ ഇറാൻ ഇസ്രായേൽ സംഘർഷം കേവലം ഒരു പ്രാദേശിക പ്രശ്നമല്ലെന്നും അതിന് ആഗോള പ്രത്യാഘാതങ്ങൾ ഉണ്ടെന്നും ഓർമ്മിപ്പിക്കുന്നു. ഇസ്രായേലിനും ഇറാനും ഇടയിലുള്ള തർക്കങ്ങൾ ഒരു സമാധാനപരമായ പരിഹാരത്തിലെത്തുമോ അതോ മേഖല കൂടുതൽ അസ്ഥിരമാകുമോ എന്ന് വരും ദിവസങ്ങൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ലോകരാജ്യങ്ങളുടെ ഇടപെടലുകൾ ഈ സംഘർഷത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ സഹായിക്കുമോ എന്നും നാം ഉറ്റുനോക്കുന്നു.